നല്ലത് ചെയ്യുന്നുണ്ട്, മോശമായ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോലെ ഉള്ളവർക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡുകൾ ബ്ലോക്ക് ആക്കി വെച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. பிஜேபி கேரளாவில் வந்தாலும் நல்லா டெவலப் ஆகும், നല്ല നല്ല വേല കിട്ടും. നല്ല പിന്നെ വീടിന് എഴുതി കൊടുത്ത പേപ്പറെല്ലാം കയ്യിലുണ്ട്. അവർ പറയും നാളെ വാ മറ്റന്നാ വാ എന്ന് പറഞ്ഞു വിടണം, അല്ലാതെ ഒരു ആനുകൂല്യങ്ങൾ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളുടെ വിലക്കയറ്റമാണ് ഏറ്റവും വലിയ രൂക്ഷം. പേരെന്താണ്? ഹസൻ. ഈ നമ്മുടെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പില് കേരളം മുഖ്യമന്ത്രിയായി ആരെയാണ് ഉദ്ദേശിക്കുന്നത്? സതീശനെയാണോ, പിണറായിയാണോ, അതോ മൂന്നാമതൊരാളാണോ? എന്താണ് അഭിപ്രായം? മൂന്നാമതൊരാളായി. എന്താണ് ഇവരുടെ രണ്ടുപേരും കുഴപ്പം? എന്താണ് മാറ്റം വേണ്ടേ? ഈ നമ്മുടെ ഇപ്പോഴത്തെ ഭരണത്തിന്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്നാണ് തോന്നുന്നത്? ഇപ്പൊ കട്ടില് വാങ്ങിയ 1.5 ലക്ഷം രൂപ ഓരോരോ പൈസ ചെലവ്, നമ്മളെ പൈസ എടുത്തല്ലേ അവരൊക്കെ ചെലവാക്കണം. നമുക്കൊരു പ്രയോജനവും ഇല്ല. ഈ അഴിമതിയെ കുറിച്ച് എന്താണ് ഈ ഗവൺമെന്റിന്റെ? നല്ലത് ചെയ്യുന്നുണ്ട്, മോശമായ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോലെ ഉള്ളവർക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡുകൾ ബ്ലോക്ക് ആക്കി വെച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വികസനം എന്ന് പറയുന്നത് പേരിൽ മാത്രമേ ഉള്ളൂ. വികസനമുണ്ട്, അതേപോലെ കൈയിട്ട് വരുന്നുണ്ട് വരേണ്ട രീതിയിൽ. അപ്പോ ഈ ഗവൺമെന്റിനെ പറ്റി പൊതുവായിട്ടുള്ള അഭിപ്രായം, ഇനി ഒരു 10 വർഷം കൂടെ, ഇനി ഒരു 5 വർഷം കൂടെ ഈ ഗവൺമെന്റ് വരണമെന്ന് അഭിപ്രായം ഇല്ല, ഒരു മാറ്റം വേണം. പുതിയൊരു ഗവൺമെന്റ് വരണം. അതെ, അതാണ് അഭിപ്രായം. പേര് പറയൂ. പേര് വിനോദ് വിമൽ ആണ്. അപ്പോ ഇവിടുത്തെ ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ഒരുപാട് നാള് ആയിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്, ഇവിടുത്തെ ഇവിടെ வந்து കുറേ நாள் உண்டு. ഇവിടെ வந்து ஒர்க்கு தாமஸ் ഇവിടെ தான். ஆனால் பெருசாக நான் நினைக்கிற அளவுக்கு இவட டெவலப்மெண்ட் இல்லை. കുറേ ஆள்கார் ഇവിടെ இருந்து வெளியில் கிளம்பி போயிட்டுருக்குது. அப்போ கொஞ்சம் தண்ணியோ அல்லது ஏதெങ്കിലും நல்ல டெவலப் பண்ணுறதால ഇവിടെ நல்லா இருக்கும். இந்த ஒரு ஆட்சி அதுக்கு மாற்றி வரணும், அங்கே தான் விரும்புகிறோம். ஒரு நல்லாட்சி வரணும்னு விரும்புகிறோம். ഇനിയിപ്പോ ഏത് പാർട്ടി വന്നാലാണ് നല്ല ഭരണം? இப்போ எல்லா இடத்துலையும் பிஜேபி நல்ல டெவலப்மெண்ட்டுக்கு வருது. எல்லா ஸ்டேட்லையுமே நல்ல டெவலப்மெண்ட் கொண்டு வருது. இங்கே இവിടെയും பிஜேபி வந்தாலே கொஞ்சம் நல்லா இருக்கும், நல்ல ஒரு மாற்றம் கிடைக்கும் அப்படின்னு நம்புகிறோம். അപ്പോൾ ഈ BJP എല്ലാ സ്റ്റേറ്റിലും നല്ല ഭരണം കാഴ്ച കേരളം നല്ല ഡെവലപ്പ് ആകുമെന്നാണോ പറയാൻ? ஆமாம், பிஜேபி கேரளாவில் வந்தாலே நல்லா டெவலப் ஆகும், நல்ல நல்ல வேலை கிട്ടും. நல்லா ഇവിടുത്തെ ഡെവലപ്മെന്റും തമിഴ്നാട്ടിലെ ഡെവലപ്മെന്റും തമ്മിൽ എങ്ങനെയാണ്? തമിഴ്നാട്ടിൽ കുറേ ഡെവലപ്മെന്റ് ഉണ്ട്. ഇവിടത്തെ കാട്ടി നല്ല ഇവിടത്തെ കാട്ടിലും கொஞ்சம் நல்லா அங்கே இப்போ எல்லாமே ஸ்பெஷாலிட்டி உண்டு. நல்ல സ്ത്രീകൾക്കൊക്കെ ബസ്സിൽ യാത്ര பஸ், ஆமாம், பஸ் எல்லாமே അവിടെ ஃப்ரீ ஆகிட்டு கிட்டுது. லேடிஸ்க்கெல்லாம் பஸ் ஃப்ரீ. அப்புறம் കുറേ இலவசம் கிட்ட അവിടെ. പിന്നെ അവർക്ക് പൈസയൊക്കെ കിട്ടുമല്ലോ മാസം മാസം 1000 rupees കിട്ടുന്നത് ഒരു ഫാമിലിക്ക് അവിടെ എല്ലാം. പേരെന്താണ്? എൻ്റെ പേര് വിക്രമൻ. മുരളീധരൻ നായർ. നമ്മുടെ ഈ ഇടതുപക്ഷത്തിന്റെ 10 വർഷത്തെ ഭരണം എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം? ജനങ്ങള് കൊള്ളാമെന്നും പറയണ, മോശമെന്നും പറയണ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമ്മളെ ഒരു ബിസിനസ്സുകാരനല്ലേ. അല്ല, ഈ ഭരണം എല്ലാ മേഖലകളിലും പുരോഗതി ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടോ? ഉണ്ടെന്നാണ് ജനസംസാരവും പിന്നെ പത്രത്തിലൊക്കെ കാണുന്നത്. അല്ല, ഈ പരസ്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു കുറെ പേര് പറയുന്നുണ്ട്. കാരണം വില കയറ്റം ഒരു പരിധി വരെ കൂടി, എണ്ണയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് വില. എണ്ണയൊക്കെ വില കൂടുതൽ തന്നെ, സാധനങ്ങളൊക്കെ വില കൂടുതൽ തന്നെ. ഇനി ഇപ്പൊ 10 വർഷമായി, ഇനി ഒരു 5 വർഷം കൂടെ LDF ഭരണത്തിൽ വരും, അല്ലെങ്കിൽ വേറെ ആരും വരില്ലെന്നാണ് ജനങ്ങൾ പറയണത്. ഈ വർഷം കൂടെ ഒരു പ്രാവശ്യം കൂടെ LDF വരുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. അപ്പൊ കുറച്ച് വികസനപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള ഉണ്ട് ഒരുപാട്. അപ്പൊ ഇപ്പൊ ഇനി LDF വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ തന്നെ വരുന്നതിനോട് താല്പര്യം? അത് പറയാൻ പറ്റില്ല, ആരാണ് വരണമെന്ന് അറിയാൻ ഒക്കില്ല. ഇനി പിണറായി വരുമെന്ന് അറിയില്ലല്ലോ, വയസ്സൊക്കെ ആയില്ലേ. ഇപ്പൊ ഉള്ള മന്ത്രിമാരില് മുഖ്യമന്ത്രി ആവാനായിട്ട് സാധ്യത ഉള്ള ആരെങ്കിലും നമുക്ക് തോന്നുന്നുണ്ടോ? മിക്കവാറും വരണമെങ്കിൽ എം വി ഗോവിന്ദനായിരിക്കും. എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയായിട്ട് വരണം. അങ്ങനല്ലേ ഇതിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന
ടീച്ചർ ആ അവര് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ലല്ലോ. മാറി നിൽക്കുകയായിരുന്നു. അതെ അതെ, അവര് വന്നാൽ അതിനേക്കാളും കൊള്ളാം. നല്ല അതെ അതെ. പേര് പറയണം ആദ്യം. എൻ്റെ പേര് അമ്പിളി. പിന്നെ 52 വയസ്സായി. 2 പെൺമക്കളാണ്. 2 പെൺമക്കളും ചിത്രഭൂമിയിൽ നിന്നാണ് പഠിച്ചത്. അവർ ഇപ്പോൾ രണ്ട് കുടുംബങ്ങളായി. സർക്കാരിൽ നിന്ന് 500 രൂപയ്ക്ക് വാടകയ്ക്ക് ഇറങ്ങിയതാണ്. 6000 രൂപയ്ക്കാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് 10 രൂപ ശമ്പളം കിട്ടും. അവിടെ നിന്ന് കുടുംബം കൊണ്ടുപോണത്. 2 മക്കളെ കല്യാണം കഴിഞ്ഞ് സർക്കാരിൽ നിന്നവർക്ക് ഒരു ആനുകൂല്യങ്ങൾ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ വീടിന് എഴുതി കൊടുത്ത പേപ്പറെല്ലാം കയ്യിലുണ്ട്. അവർ പറയും നാളെ വാ മറ്റന്നാ വാ എന്ന് പറഞ്ഞു വിടണമല്ലാതെ ഒരു ആനുകൂല്യങ്ങൾ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഈ സർക്കാർ ഇപ്പോൾ 10 വർഷമായി. 10 വർഷം കൊണ്ട് ഒരുപാട് ഡെവലപ്പ്, ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുത്തു എന്നാണ് പറയുന്നത്. എന്താണ്? എനിക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പോൾ 1000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത മാസം വന്നെന്ന് പറയാം. അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് ഒരു ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല. അപ്പോൾ പാവപ്പെട്ടവരെ സംബന്ധിച്ച്, സാധാരണക്കാരെ സംബന്ധിച്ച് ഇപ്പൊ വലിയ ഈ സർക്കാരിനെ കൊണ്ട് ഒരു ഗുണം ഇല്ലെന്നാണ് പറയാം. എനിക്ക് കിട്ടിയിട്ടില്ല ഇന്നുവരെയ്ക്ക്. റേഷൻ കാർഡിന് പോലും പോയിട്ട് റേഷൻ കാർഡ് പോലും പിന്നെ പാർട്ടി ഓഫീസിൽ നിന്ന് നിങ്ങളെ വാർഡ് മെമ്പറിൽ നിന്ന് ഒരു പേപ്പർ വാങ്ങിച്ചു കൊടുത്താലേ റേഷൻ കാർഡ് വരെ ശരിയാക്കി തരുമെന്നാണ് അവർ പറയുന്നത്. എന്നുവെച്ചാൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയി. പുതിയ കാർഡ് എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവരിങ്ങനെയാണ് പറഞ്ഞത്. റേഷൻ ഓഫീസിൽ ചെന്നപ്പോൾ പറഞ്ഞ ഇതാണ് അവർ പറഞ്ഞത്. ഈ ശബരിമല ഇപ്പൊ സ്വർണ്ണക്കൊള്ള ഇവരൊക്കെ ഇഷ്ടം പോലെ, അവർക്കൊക്കെ അതിന് വേണ്ടി അവർ സഹായിക്കുകയും സപ്പോർട്ടും അല്ലേ ചെയ്യുന്നത്. എന്താണ് അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായ? ഒരു നേട്ടം അവരെ കൊണ്ട് ഉണ്ടായിട്ടില്ല. അവരെ കുറച്ച് പിടിച്ചോണ്ട് പോകുന്നു, കൊണ്ടുപോയി ജയിലിൽ കുറച്ച് ദിവസം ഇടും. 2 ദിവസം കഴിയുമ്പോൾ ജാമ്യത്തിന്റെ പുറത്ത് അവരിറങ്ങണം. ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ഇന്നതായിരിക്കും ഒരു സഹായം അവർ ചെയ്തിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്കിന്നൊന്നും ഉണ്ടായിട്ടില്ല. ശ്രീ ചിത്രഭൂമിയിൽ നിന്നാണ് എൻ്റെ മോള് പഠിച്ചത്. ഒരു ഡോക്ടറാണ് മോളെ കല്യാണം കഴിച്ച് കൊടുത്തത്. പിന്നെ ഇവിടെ വന്നിട്ട് 14 വർഷമായി ഡോൺ ബോസ്കോ സൊസൈറ്റി ജോലി ചെയ്യണത്. അതൊരു പള്ളി മുഖേന ഉള്ളതാണ്. പിന്നെ വരുമാന ആനുകൂല്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ജോലി ചെയ്യണം, അന്നുള്ള കാശ് മാസം കറക്റ്റായി കിട്ടുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളുമായിട്ടൊന്നുമില്ല. ഈ പാവപ്പെട്ടവരെ സംബന്ധിച്ച് നമ്മൾ ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും, അല്ല നമ്മൾ വോട്ടിട്ട് ജയിപ്പിക്കുന്ന സർക്കാരിനെ കൊണ്ട് ഒരു ഗുണമില്ല. 3 വർഷം വോട്ടിടാതെ ഇരുന്ന് അപ്പൊ അവര് പറഞ്ഞു ഇപ്പൊ എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങളത് വോട്ടിട്ടണമെന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് പാപ്പനംകോട് എസ്റ്റേറ്റിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. പാപ്പനംകോട് എസ്റ്റേറ്റിലാണ് താമസിച്ചിരുന്ന സമയത്ത് അവർ എല്ലാവരും പറഞ്ഞ് പോയി വോട്ടിടണം, നിങ്ങളത് പാഴാക്കരുത് പറഞ്ഞ് പോയിട്ട് പക്ഷെ ഒരു ഇതില്ല. അടുത്ത ഇലക്ഷൻ വരട്ട് വന്നാൽ നിങ്ങൾ എന്തെങ്കിലും സഹായം അവർ ചെയ്യാന്നാണ് പറയുന്നത്. കിട്ടിയെന്ന് പറയാ, ഇല്ലെങ്കിൽ ഇല്ലെന്നും പറയാം, അത്രേ ഉള്ളൂ. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പിണറായി വിജയനെ പറ്റി എന്താണ് അഭിപ്രായം? അയ്യോ, എനിക്ക് ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. ഇന്നതായിരിക്കും ഒരു ഇത് പറയാൻ വേണ്ടിയുള്ള ഒരു ഇതും ഇല്ല. എന്നുവെച്ചാൽ നമുക്ക് ഒരു ആനുകൂല്യങ്ങൾ ചെയ്തു തന്നാൽ നമുക്കത് ചെയ്തു തന്നെന്നുള്ള മനസ്സമാധാനം സന്തോഷത്തോടെ നമുക്ക് പറയാം. തരാത്ത ഒരാൾ നമുക്ക് അവരെ കുറിച്ച് എന്ത് പറയാനാണ്? ഒന്നുമില്ല പറയാം. അങ്ങനെ കയറി ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് അഴിമതികൾ ഒരുപാട് നടക്കുന്നുണ്ട്. പാവപ്പെട്ട പിള്ളേർക്ക് വേണ്ടിയായാലും എന്ത് ഏതിനായാലും അവരൊരു നടപടി എടുക്കുക ഒന്നും ഇന്നൊരുങ്ങി ചെയ്യണം. ഞാൻ പഠിച്ചിട്ടില്ല എങ്കിലും രാത്രി FR കുത്തപ്പത്ര എല്ലാം കണ്ടിട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. വീട്ടിൽ TV ഉണ്ട്, ചേട്ടൻ പഠിച്ചിട്ടുണ്ട്, പത്രം വായിക്കുന്നുണ്ട്, അവർ വായിക്കുക എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ആനുകൂല്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല. ഇന്നലെ തന്നെ പിഴിഞ്ഞത്ത ഏതൊരു ഇതിൽ പ്രസവിച്ച ഒരു കുഞ്ഞിനെ കൊണ്ടിട്ട് എൻ്റെ കുടൽ പൊങ്ങി വന്നതായിട്ട് കാണിച്ചുകൊണ്ടിരിക്കും. ഇവരൊക്കെ ഇപ്പോൾ കാണിക്കുകയില്ല. പിന്നെ അവർ പണം കൊടുത്ത് സ്വാധീനം കൊടുത്ത് അവരത് താഴേലേക്ക് കൊണ്ടുവരും. എന്ത് തെറ്റ് ചെയ്തിരുന്നാലും അവർക്കൊരു ഇത് കൊടുക്കണം, എന്നാലേ നാട് നന്നാവുള്ളൂ, ജനങ്ങളും നന്നാവുള്ളൂ. അല്ലാതെ പുതിയൊരു ഭരണ സംവിധാനം, അതായത് ഇപ്പൊ കോൺഗ്രസ്സുകാർ ഭരിച്ചു, കുറെ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചു. ഇനി പുതിയ കമ്മ്യൂണിസ്റ്റിലൊന്നുമില്ല. ഞാൻ 8 വർഷം അവരെ കൂടെ പോയതാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞും കൊണ്ട് കുറേ കാലം പാർട്ടിക്ക് മനുഷ്യ ചങ്ങലയ്ക്കൊക്കെ സെക്രട്ടറി നടയിലും എല്ലാത്തും ഞങ്ങൾ വീടുകളിൽ നിന്ന് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ പോയിട്ട് പോലും എനിക്ക് ഇന്നൊരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. അതെല്ലാം ഈ കർഷക തൊഴിലാളി ഇതിൽ വേണ്ടി ഞാൻ ചേർന്ന് മോക്ക് വേണ്ടി കല്യാണ ആവശ്യത്തിന് അവർ പറഞ്ഞ 5000 തരുമെന്ന്. അവിടെ ചെന്നപ്പോൾ ആ പൈസ പോലും ഇന്നൊരിക്കും കിട്ടിയിട്ടില്ല. ഞാൻ പിന്നെ ഒരു 3-4 വർഷം പൈസ അടച്ചു. ഒരു മാസം 120 രൂപ വെച്ചാണ് അടയ്ക്കാൻ. അതിൻ്റെ ആ പൈസ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. പിണറായി വിജയൻ ഇനി മുഖ്യമന്ത്രിയായിട്ട് വരുമെന്ന് എല്ലാവരും പറയണം. പക്ഷെ വരാതിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അവർ ഇന്ന് ജയിച്ച് കയറിയാലും അവര് ഒരു ആനുകൂല്യം ചെയ്യൂലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചെയ്തിരുന്നാലും ഇവരൊന്നുമില്ല. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ആര് വരച്ചാലും പാവപ്പെട്ട ജനങ്ങളെ കണ്ണു തുറക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് ചെയ്യാൻ. അത് ഇനി ഇടതുപക്ഷം വരാൻ പാടില്ല, പകരം അതാണ് പുതിയൊരു സംവിധാനം വരണം. അല്ലേ? വരണം. വന്ന് നമ്മളെപ്പോലുള്ള പാവങ്ങളെ
അംഗീകരിക്കണം, സഹകരിക്കണം. നല്ലൊരു കയറി കിടക്കുക 1 സെന്റ് ഭൂമിയെങ്കിലും വേണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമുണ്ട്. BJP ഭരണത്തിൽ വന്നാൽ ഇതൊക്കെ നടക്കുമെന്നുള്ള ഒരു അഭിപ്രായം വിശ്വാസമുണ്ട്. ഞാൻ പിന്നെ 3 മാസത്തിലൊരിക്കൽ മെഡിക്കൽ കോളേജിൽ 5 ഊണൊക്കെ കൊടുക്കാറുണ്ട്. റേഷനരി ചോറാണ് എങ്കിലും എന്നാൽ പറ്റുന്ന സഹായം ഞാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് എന്നാൽ കൊണ്ടൊന്ന് ചെയ്യുന്ന ആഗ്രഹം. പിന്നെ ഞങ്ങൾക്ക് കയറി കിടക്ക വീടില്ല, അത് കിട്ടിയ ഒന്ന് ഉണ്ടാകുന്നെങ്കിൽ എനിക്കൊരു മനസ്സിലൊരു ആഗ്രഹമുണ്ട്. പേര് പറയൂ. എൻ്റെ പേര് ശ്യാമെന്നാണ്. LDF സർക്കാരിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാനൊരു സാധാരണ ഒരു വർക്ക്ഷോപ്പ് തൊഴിലാളിയാണ്. അപ്പോൾ നമ്മുടെ സാധാരണക്കാരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ വലിയ റോഡുകൾ, വികസനം, ബാക്കിയൊക്കെ എല്ലാം നടക്കുന്നുണ്ടെങ്കിൽ സാധാരണക്കാരുടെ ഒരു ആവശ്യങ്ങളും ഇവിടെ ഇല്ല. എല്ലാം സാധാരണ ഒരു ജംഗ്ഷനിലെ ഒരു ആവശ്യങ്ങളൊന്നും എന്താണെന്ന് വെച്ചാൽ അതില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളുടെ വിലക്കയറ്റമാണ് ഏറ്റവും വലിയ രൂക്ഷം. പെട്രോളിയം ബാക്കിയൊന്നുമല്ല ഞാൻ പറയുന്നത്, സാധാരണ ആൾക്കാരുടെ അരി സാധനങ്ങളൊക്കെ തന്നെയാണ് ഇത് തന്നെയാണ്. അപ്പൊ ഏത് സർക്കാർ വന്നാലും ഇതിങ്ങനെയാണെന്ന് പറഞ്ഞില്ല. പക്ഷേ ഇപ്പോഴിരിക്കുന്ന ഈ 10 വർഷം കൊണ്ടുള്ള സർക്കാരിന്റെ ഉപയോഗം ഇത് തന്നെയാണ്. എല്ലാവരും നിങ്ങൾ ചിന്തിച്ചാൽ മതി. അഴിമതിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? അഴിമതി എന്ന് പറയുന്നത് എല്ലായിടവും തന്നെയാണ്. കാര്യങ്ങൾ കാശ് കൊടുത്താൽ മാത്രമേ കാര്യങ്ങളെല്ലാം നടക്കുന്നുള്ളൂ, എല്ലാ കാര്യങ്ങളും. അത് ഞാൻ പറയാൻ എല്ലാവർക്കും അറിയാൻ തോന്നുന്നില്ല. ഈ ക്ഷേത്ര ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നാട്ടുകാരുടെ ഇടയ്ക്ക് സർക്കാരിനെ കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാൻ? എന്നാലും ഒരു 90% ഇവരുടെ പ്രശ്നങ്ങളെല്ലാം അവര് ബുദ്ധിമുട്ടാക്കി തന്നെയാണ് കാണിക്കുന്നത്. എന്നാൽ എല്ലായിടും അങ്ങനെയല്ല, എന്നാൽ ഉണ്ട്, എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഈ സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണെന്ന് പൊതുവെ ഒരു അഭിപ്രായം, അതായത് ഭരണവിരുദ്ധ അഭിപ്രായം. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? എന്റെ അഭിപ്രായം ഭരണവിരുദ്ധമാണ് എനിക്ക്. അത് തന്നെ, ബാക്കിയെല്ലാം ഇത് തന്നെയാണ്. ശബരിമല വിഷയത്തെ കുറിച്ച് എന്താണ്? അതൊന്നും പറയല്ല, അത് ഞാൻ പൂർണ്ണമായിട്ട് എതിരാണ്. അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എതിരാണ്. എന്ത് കാര്യം പറഞ്ഞാൽ അതെല്ലാം അവർക്ക് അതിനെതിരാണ്. നമ്മൾ അയ്യപ്പന് വേണ്ടിയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്, ഹിന്ദുക്കൾ പ്രത്യേകിച്ച്. അവരെല്ലാം എതിരെ തന്നെയാണ് ഞാൻ പറയുന്നത്. അവർ പറയുന്ന എല്ലാം എതിരാണ്. ഇനി ഒരു പ്രാവശ്യം കൂടെ ഇടതുപക്ഷ സർക്കാർ ഭരണത്തിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? എനിക്കതിന് താല്പര്യമില്ല വരുന്നതിന്. ബാക്കിയെല്ലാം ജനങ്ങളുടേതാണല്ലോ നോക്കുന്നതെല്ലാം, ജനവിധിയാണല്ലോ എല്ലാവരും.